പുഴയ്ക്കരികിലെ മാളത്തിലാണ് ഞണ്ടിന്റെ താമസം. മാളത്തിനടുത്തുള്ള അത്തിമരത്തിൽ പഴങ്ങൾ നിൽക്കുന്നതു കണ്ട് അവന്റെ വായിൽ വെള്ളമൂറി. ഞണ്ടിന്റെ കൂട്ടുകാരൻ ചുണ്ടലി ആ വഴി വന്നു. "നിനക്ക് അത്തിപ്പഴം വേണോ?" "ഹായ്, വേണം വേണം." "വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറിച്ചു തരാം." എലി മരത്തിൽ കയറി പഴങ്ങൾ പറിച്ചു താഴേക്കിട്ടു. അതിലൊരു പഴം ഉറുമ്പിൻ കൂട്ടിലാണ് വീണത്. ദേഷ്യം മൂത്ത ഉറുമ്പുകൾ കൂടിനു പുറത്തു വന്നു. "ഹും, ആരെടാ ഞങ്ങളെ ശല്യപ്പെടുത്തിയത്? ആ തടിയൻ പന്നിയായിരിക്കും. ഹമ്പട, അവനെ ഒരു പാഠം പഠിപ്പിക്കണം." "അമ്മേ!" ഉറുമ്പുകൾ കടിച്ചതും പന്നി വിരണ്ടോടി. "ഹാവൂ!" ഒരു മരത്തിനിട്ട് ഒറ്റ ഇടി. ദാം! "അയ്യോ, ഇവൻ എന്റെ നേരെയാണല്ലോ വരവ്. ഈ തടിയന്റെ ചെവിയിൽ ഒളിച്ചിരിക്കാം." "അയ്യോ, ചെവിയിൽ വവ്വാലു കയറിയേ! രക്ഷിക്കണേ, എന്റെ ചെവിയിൽ വവ്വാൽ." ആന ഓടിപ്പോയ വഴി അമ്മൂമ്മയുടെ വീട് ഡിം. അമ്മൂമ്മ പിന്നാലെ ഓടി. "ഹും, നില്ലെടാ അവിടെ. ഹും, എന്റെ കുടിലു നീ തള്ളിയിടും അല്ലേ? അയ്യോ, ക്ഷമിക്കണേ, എന്റെ ചെവിയിൽ വവ്വാൽ കയറിയതുകൊണ്ടാ." "ഷ്യൂം, ദാ ഇവൻ. അയ്യോ, ഞാനാ പന്നിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതാ. ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ അവൻ മരത്തിൽ നിന്നും വീഴ്ത്തി." "ഓഹോ, എങ്കിലത് ചോദിച്ചിട്ട് തന്നെ കാര്യം." അവർ പന്നിയുടെ അടുത്തെത്തി. "ഹും, നീ വവ്വാലിനെ ഇടിക്കാൻ ചെന്നതുകൊണ്ടല്ലേ അവൻ ആനയുടെ ചെവിയിൽ കയറിയത്?" "അയ്യോ, എന്നെ ഉറുമ്പ് കടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടതാ." അമ്മൂമ്മ ഉറുമ്പിന്റെ അടുത്തെത്തി. ഞങ്ങളുടെ കൂടിവൻ തകർത്തില്ലേ? ആ എലി ഞണ്ടിനു പഴമെറിഞ്ഞു കൊടുത്തപ്പോൾ കൂട്ടിൽ വീണതാ." അമ്മൂമ്മ ഞണ്ടിന്റെ അടുത്തെത്തി. ശരിയാ, ഒരു പഴം ഉറുമ്പിൻ കൂട്ടിലാ വീണത്. അപ്പോൾ നീ കാരണമാണ് എന്റെ വീട് നശിച്ചത്. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം." "അതെ അതെ." "ശരി, ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ വരാം." ഞണ്ട് ഒരു മാളത്തിലേക്ക് കയറിപ്പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ഞണ്ടിനെ കാണാതായപ്പോൾ, "ഛീ, ഇറങ്ങി വാടാ." എല്ലാവർക്കും ദേഷ്യം വന്നു. "നമുക്ക് ഈ പാറ അവനെ കൊല്ലാം." "ഹം, അയ്യയ്യോ, എൻ്റെ അമ്മോ." തൽക്കാലം ഇതു മതി." എല്ലാവരും അവരുടെ വഴിക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഞണ്ട് കല്ലിനടിയിൽ നിന്നും പുറത്തു വന്നു. പക്ഷേ അവന്റെ ശരീരം ദോശക്കല്ലുപോലെ പരന്നു പോയിരുന്നു.